ഇന്ന് പാത്തൂട്ടാക്ക് ലഞ്ച് ബോക്സിലാക്കിയിരിക്കുന്നത് ഈ ചോറാണ് കേട്ടോ. ഇതിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. നിറയെ മുരിങ്ങയിലയും മുട്ടയും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു റൈസാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. ഈ മുരിങ്ങയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മുരിങ്ങയുടെ ടേസ്റ്റ് അറിയാതെ തന്നെ നമ്മുടെ വയറ്റിൽ പോയിക്കോളും. അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കോവയ്ക്ക വറുത്തതാണ്. ഈ വറുത്തതും പൊരിച്ചതും എന്നും കൊടുക്കുന്നത് നല്ലതല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റും കോമ്പിനേഷനാണ്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബീട്രൂട്ട് രസമാണ്. ബീട്രൂട്ട് രസം കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്നാൽ നല്ല ടേസ്റ്റാണ്. നമ്മളിങ്ങനെ വെള്ള ചോറിൻ്റെ മേലെ ബീട്രൂട്ട് കളറുള്ള രസം ഒഴിച്ച് കഴിക്കുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഫുള്ള് കഴിക്കാൻ തോന്നും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇതാണ് കൈമ അല്ലെങ്കിൽ കോള ഉരുണ്ട എന്നൊക്കെ തമിഴ്നാട്ടിൽ പറയും. കട്ട്ലറ്റിൻ്റെയൊക്കെ ഒരു വേർഷനാണ് കേട്ടോ. കുറച്ച് ഇറച്ചി നമ്മൾ വരട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് മാറ്റിയെടുത്തിട്ടാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയനും വൈഫും നാട്ടിൽ നിന്ന് നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ അനിയനും വൈഫിനും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനതിൻ്റെ ഒരു അടിമയാണ്. പക്ഷേ കുറേ നാളായിട്ട് ഞാൻ സ്വീറ്റ്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവനെ കൊണ്ടുവന്ന് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റിയില്ല. എനിക്ക് ഇഷ്ടമാണെന്ന് അറിയണതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. വാപ്പിയാണ് സ്വീറ്റ്സ് ഒന്നും വാങ്ങിത്തരാത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. ശാന്തിഗീർ എന്നാണ് കേട്ടോ വാങ്ങിക്കുക. പിന്നെ അതേപോലെ തന്നെ അവർ വരുമ്പോൾ എനിക്ക് കുറച്ച് ഷാള് നാത്തും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഓഫീസിൽ പോയി കുറച്ച് ജോലികളൊക്കെ ചെയ്തിട്ട് രാത്രി തിരിച്ചു വരുമ്പോൾ ഉച്ചയ്ക്ക് വെച്ച കറി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ വാപ്പി പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പൊറോട്ട വാങ്ങിക്കാമെന്ന്. അപ്പോൾ നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് വാങ്ങിച്ചിട്ടാണ് വന്നത്, ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇതെന്താ കാണിച്ചു തരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊറോട്ടയുടെ കൂടെ തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ, അത് കിട്ടും നമുക്ക്. വേറെ കറികളും കിട്ടും, പക്ഷേ തേങ്ങാ ചമ്മന്തിയും കിട്ടും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കടയിൽ നാട്ടിൽ നമ്മൾ ഇടയ്ക്ക് വാങ്ങാറുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ എവിടെയും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പൊറോട്ടയും തേങ്ങാ ചമ്മന്തിയും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഇറച്ചിക്കറിയും കൂടെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഒരു എന്താ പറയുക ചമ്മന്തി ആയിരുന്നു കേട്ടോ. ഒരുപാട് പൊട്ടിക്കടലയും ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതാണ്, നല്ല തിക്കായിരിക്കും. ഇഡ്ലിയുടെ കൂടെയൊക്കെ കഴിക്കുന്നത് അതേപോലെ തന്നെ. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ പൊറോട്ടയുടെ കൂടെ തേങ്ങാ ചമ്മന്തി കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇറച്ചിക്കറിയും ആ തേങ്ങാ ചമ്മന്തിയൊക്കെ കൂടിയിട്ട് പൊറോട്ട കഴിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വെജ് നോൺ വെജ് കറിയൊക്കെ കിട്ടാറുണ്ട്, ഒരുപാട് കിട്ടാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ കറിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഇറച്ചി ഉള്ളതുകൊണ്ട് നമ്മളത്